മഴ തോരും മുമ്പേലാണെങ്കിൽ നാളെയാണെങ്കിൽ നമ്മുടെ അലീനയും സ്റ്റാലിനും വല്യപ്പച്ചനും കൂടി അവരുടെ എസ്റ്റേറ്റിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുകയാണ്, തയ്യാറെടുക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. സാത്വിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ നാളെ കടപ്പാട്ടൂർ വീട് കുറച്ച് നേരം കാണിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ മക്കൾ സന്തോഷത്തോടെ ആസ്വദിച്ച് പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ചെറിയ കുസൃതിയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് വൈജയന്തി അടുക്കളയിലേക്ക് കയറി വരികയാണ്. തൻ്റെ മക്കൾ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്യുന്നതൊന്നും വൈജയന്തിക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ പാചകമോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ പിന്നെ അമ്മ ചെയ്യോ? അമ്മയ്ക്ക് വല്ലതും നേരെ ചൊവ്വേ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കാനെങ്കിലും അറിയുമോ എന്ന് നമ്മുടെ ബബിത ചോദിക്കുമ്പോൾ, നീ എന്നെ അധികം ചോദ്യമൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട, ഞാനുണ്ടാക്കുകയാണെങ്കിൽ വെച്ച് തിന്നാൽ മതി, അല്ലാതെ ഇവിടെ നിങ്ങളുടെ പാചകമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അമ്മയില്ലാത്ത സമയമൊക്കെ ഞങ്ങളാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു സന്തോഷമുണ്ടായിരുന്നു. അമ്മ വന്ന് ഇനി ഞങ്ങളുടെ ജീവിതം വീണ്ടും പഴയതുപോലെ നശിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, ദേ മര്യാദയ്ക്കല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ ഒന്നും മേടിക്കും എന്ന് പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണേന് അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മ കഴിക്കേണ്ട, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ വേറെ വെച്ചുണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് പോവുകയാണെന്ന് കാണാം. ഇതേ സമയം എങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരിയെ വെക്കാനായിട്ട് ബാലേന്ദ്രനോട് പറയുകയാണ് വൈജയന്തി എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വൈജയന്തി ബാലേന്ദ്രനോട് പറയാണ്, അതായത് അലീനയ്ക്ക് പകരം ഒരു ജോലിക്കാരിയെ വെച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അലീനയ്ക്ക് പകരം ഒരു ജോലിക്കാരിയെയും വെക്കാനായിട്ട് താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അലീനയ്ക്ക് പകരം വെക്കാൻ ആരും ഇല്ല എന്ന് പറയുന്നു. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞുമോളെയോ അമ്മിണിയെയോ ആരെ വേണമെങ്കിലും വെച്ചോ, നീ വെച്ച് ജോലി വെച്ച് നീ പൈസ കൊടുത്തോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചൊന്നും നീ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ വെച്ചുണ്ടാക്കുന്നതേ ഞാനിനി കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം മക്കളും നാണം കെടുത്തുന്നു, ഭർത്താവും നാണം കെടുത്തുന്നു. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് വൈജയന്തി നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വൈജയന്തിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ചിന്തിച്ച് നിൽക്കുകയാണെന്ന് കാണാനായിട്ട് കഴിയും. തുടർന്ന് നമ്മുടെ വീട് കാണിക്കുന്നുണ്ട്, അതായത് സ്റ്റാലിൻ്റെ ബംഗ്ലാവ്. വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ജോലിക്കാരെ കൊണ്ട് സ്റ്റാലിൻ ഇടിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ എസ്റ്റേറ്റും മറ്റ് സാധനങ്ങളൊക്കെ കാണാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീന ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായി തന്നെ വരാനായിട്ടൊരുങ്ങുകയാണ്. ഇതിനു മുമ്പ് തന്നെ സ്റ്റാലിനോട് നമ്മുടെ അവതക്കുട്ടി പറയുന്നുണ്ട്, അവൾ ചിന്നമ്മയാണെങ്കിൽ നിന്നെ വരച്ച വരയിൽ നിർത്തും. അവളുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ ഏതാണ്ട് ചിന്നമ്മയെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ തീർച്ചയായിട്ടും അവൾ നിലക്കി നിർത്തുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്,
സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയുടെ മനസ്സിൽ തൻ്റെ ചിട്ടകളൊക്കെ പൊട്ടുമെന്നുള്ളൊരു ഭയം വരുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. ഇവിടെ അലീന ഒരു മാലാഖയെപ്പോലെ നമ്മുടെ ആരുടെ കൂടെ, നമ്മുടെ വല്യപ്പച്ചൻ്റെ കൂടെ നടന്നു വരികയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി പോവുകയാണ് എന്ന് കാണാം. ഇത് ജോലിക്കാർക്ക് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ജോലിക്കാർക്കിടയിൽ ഇപ്പം തന്നെ അലീനയോടുള്ള എതിർപ്പ് വന്ന് തുടങ്ങുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എസ്റ്റേറ്റും പരിസരവും നമ്മുടെ സ്റ്റാലിൻ്റെ അലീനയോട് ഉള്ള സ്നേഹവുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വലിയപ്പച്ചൻ, അതായത് അപ്പച്ചൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, എടാ നീ അലീനയെ കുറച്ചും കൂടി സ്നേഹിക്കണം, നിൻ്റെ സ്നേഹവും കെയറിങ് ഒന്നും അത്ര പോരാ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അലീനയെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റാലിന് ആ സ്നേഹം അത് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം സ്റ്റാലിൻ്റെ മനസ്സിൽ വലിയൊരു ചിന്ത കടന്നുകൂടിയിരിക്കുകയാണ്. തൻ്റെ സ്വപ്നങ്ങൾ, തൻ്റെ ചിട്ടകൾ എല്ലാം ഇവൾ മറികടക്കുമോ? അതായത് അവധക്കുട്ടി പറയുന്നുണ്ട്, ചിന്നമ്മയാണെങ്കിൽ എല്ലാം പൊളിച്ചെടുക്കുമെന്നും നിന്നെ ഇല്ലാതാക്കുമെന്നും, അതായത് നിൻ്റെ വൃത്തികെട്ട ചിന്തകളെ, നിൻ്റെ വൃത്തികെട്ട ശീലങ്ങളൊക്കെ അവൾ മാറ്റം വരുത്തുമെന്നും പറഞ്ഞു കൊടുത്തത് ഓർമ്മയിൽ വരുന്ന സ്റ്റാലിനാണെങ്കിൽ അതിൻ്റെ ഒരു ചിന്തയിൽ ഉണ്ടെങ്കിലും അലീനയും വല്യപ്പച്ചനും വളരെയധികം സന്തോഷത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ അലീനയ്ക്ക് ആവശ്യമായ സ്നേഹവും പരിചരണവും ഒക്കെ നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു വല്യപ്പച്ചനെ കിട്ടിയതിൽ അലീന ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനെ അലീന ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ എല്ലാ യാത്രകളും കഴിഞ്ഞ് സന്തോഷിച്ച് ഉല്ലസിച്ച് അവർ തിരികെ വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. ഇതേ സമയം അച്ഛനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ അലീന പറയുന്നുണ്ടെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അച്ഛനെന്ന് വെച്ചാൽ നമ്മുടെ ബാലേന്ദ്രനെ വിളിച്ചിട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നാളത്തെ കഥയും സംഭവവും. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.